നിയമപാലനത്തിൽ ഗുരുതര വീഴ്ചയെന്നും സംസ്ഥാനത്തെ നിയമവാഴ്ച സമ്പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും ഉത്തർപ്രദേശ് പോലീസിനും സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. സിവിൽ തർക്കങ്ങളിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. സിവിൽ തർക്കങ്ങൾ പോലും ക്രിമിനൽ കേസാക്കി മാറ്റുകയാണെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇത്തരം നടപടികൾ തുടർന്നാൽ സംസ്ഥാന സർക്കാരിന് പിഴ ചുമത്തുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതി UP പോലീസിനെതിരെ കടുത്ത പരാമർശങ്ങൾ ഉന്നയിച്ചത്. ഉത്തർപ്രദേശിൽ ദിവസവും വിചിത്രവും ഞെട്ടിക്കുന്നതുമായ ചിലത് സംഭവിക്കുന്നുണ്ട്. സിവിൽ കേസുകൾ ക്രിമിനൽ കേസുകളായി മാറ്റപ്പെടുന്നു. ഇത് അസംബന്ധമാണ്. പണം നൽകാത്തതുകൊണ്ട് മാത്രം ക്രിമിനൽ കുറ്റമാക്കി മാറ്റാൻ കഴിയില്ല എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ. സിവിൽ തർക്കങ്ങളിൽ പോലീസ് ഹൗസ് ഓഫീസർമാർക്ക് കേസെടുക്കാൻ കഴിയില്ല. കോടതിക്ക് മുമ്പാകെയുള്ള കേസിൽ ഗൗതം ബുദ്ധ നഗർ ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ എങ്ങനെ ക്രിമിനൽ നിയമപ്രകാരം നടപടി സ്വീകരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവി 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ അഭിഭാഷകർ സിവിൽ നിയമത്തിലെ അധികാര പരിധികൾ വിസ്മരിക്കുകയാണെന്നും തോന്നുന്നു. വിഷയത്തിൽ വേണ്ടി വന്നാൽ ഉദ്യോഗസ്ഥരെ കോടതിയിൽ വിളിച്ചു വരുത്തി ക്രിമിനൽ കേസ് എടുക്കേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമെന്നും ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ട രീതി ഇത്തരത്തിൽ അല്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ സിവിൽ തർക്കങ്ങൾ പരിഹരിക്കാൻ വളരെ സമയമെടുക്കുന്നതിനാലാണ് ക്രിമിനൽ കേസുകൾ എടുക്കേണ്ടി വരുന്നതെന്ന് അഭിഭാഷകന്റെ വാദത്തോടായിരുന്നു പ്രതികരണം. വ്യവസായിയായ ദീപക് ബൈഹാലുമായുള്ള പണമിടപാട് തർക്കത്തിൽ തങ്ങൾക്കെതിരായ ക്രിമിനൽ കേസ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കാൻ വിസമ്മതിച്ചതിനെതിരെ പ്രതികളായ ദേബു സിംഗ്, ദീപക് സിംഗ് എന്നിവർ സമർപ്പിച്ച ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് നോയിഡയിലെ വിചാരണ കോടതിയിൽ ഹർജിക്കാർക്കെതിരായ ക്രിമിനൽ നടപടികൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. എന്നാൽ പ്രതികൾക്കെതിരായ വണ്ടി ചെക്ക് കേസ് നിലനിൽക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഒരാഴ്ച മുമ്പാണ് ബുൾഡോസർ നടപടിയിൽ ഉത്തർപ്രദേശ് സർക്കാരിനെയും പ്രയാഗ്രാജ് ജില്ലാ ഭരണകൂടത്തെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുകയും തകർക്കപ്പെട്ട വീട്ടുടമകൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിച്ചത്. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള നീക്കമാണ് പൊളിക്കൽ. ഇത് ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. 2023 ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഗുണ്ടാ നേതാവും രാഷ്ട്രീയക്കാരനുമായ ആദിഖ് അഹമ്മദിന്റെ സ്ഥലമാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രദേശത്തെ വീടുകൾ ഇടിച്ചു നിരത്തുകയായിരുന്നു UP സർക്കാർ. ഇതിന് പിന്നാലെയാണ് കേസ് കൈകാര്യം ചെയ്യുന്ന നടപടിക്രമങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് നിയമവാഴ്ച ഇല്ലാതായെന്ന് പരമോന്നത കോടതി വ്യക്തമാക്കിയത്.